ഹലോ, കുറേ നാളായാലും കണ്ടിട്ട് ഞങ്ങളൊന്ന് നാട്ടിൽ പോയായിരുന്നു. അതാണ് ഇത്ര ലേറ്റ് ആയത്. നാട്ടിൽ വരുവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെക്കാൾ എക്സൈറ്റഡ് ആയത് വീട്ടുകാരാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല, മോള് ജനിച്ചിട്ട് അവൾ ആദ്യമായിട്ടാണ് നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരോടും മിങ്കിളാവുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് വീഡിയോ കോളിലൂടെ എല്ലാം എല്ലാവരും അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവരുടെയും കൂടെ തകർത്ത് നടക്കുമായിരുന്നു ആള്. കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫാമിലി മെമ്പേഴ്സും ഈ പ്രാവശ്യം നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാവാം നാട്ടിൽ ചെന്ന് വല്യപ്പന്മാരെ, വല്യമ്മമാരെ, ആൻറ്റിമാരെ, അങ്കിൾമാരെയും ഇതുപോലത്തെ കുട്ടി കുട്ടി കസിൻസിനെ എന്തിനു പറയണം, വീട്ടിലെ പട്ടിയെ പോലും അവൾ വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. കാനഡയിലെ കൊടും തണുപ്പിൽ നിന്നും നാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ചൂട് സഹിക്കൽ ഇത്തിരി പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂടിനെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടാണോ എന്തോ, എന്നതാണേലും ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. ലോകത്തിൻ്റെ ഏത് കോണി പോയി എന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് ഇതുപോലെ മഴ ആസ്വദിക്കുന്ന ഈ വൈബൊന്നും വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നണില്ല. പിന്നെ കസിൻ്റെ കല്യാണവും കൂടി മോളിലെ മാമോദീസയും നടത്തി കഴിഞ്ഞപ്പോഴേക്കും ദേ പോകാൻ സമയമായി. പിന്നെ എല്ലാ പ്രവാസികളെയും പോയ ഞങ്ങളും അത്യാവശ്യം കാണേണ്ടവരെല്ലാം കണ്ട് വാങ്ങിക്കേണ്ട എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചും കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്കിങ്ങും തുടങ്ങി. എങ്ങനെ പാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ലഗേജിന്റെ വെയിറ്റ് കൂടും. അത് നിർബന്ധമാണ്. പിന്നെ മനസ്സില്ലാ മനസ്സോടെ വാങ്ങിച്ചതിൽ പാതി സാധനങ്ങൾ അവിടെ വെച്ച് ഉള്ളതെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.